ഇവളുടെ പേരാണ് കല്യാണി. ദൈവത്തിനെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഭർത്താവിനെയും സ്നേഹിക്കുന്നത്. ശ്രീരാമന് സീതയെപ്പോലെയാണ് ചന്ദ്രന് കല്യാണിയും. ഇദ്ദേഹം കല്യാണിയുടെ ഭർത്താവാണെങ്കിലും മുത്തശ്ശിയെ കണ്ടാൽ അടിമുടി വിറയ്ക്കും. ഈ മുത്തശ്ശിയുടെ പേരാണ് ഭാരതിയമ്മ. ഭാരതമാതാവെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. സ്വാതന്ത്ര്യം എന്നാൽ എന്താണെന്ന് ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതാൻ തയ്യാറാണിവർ. ഒരു 10 മിനിറ്റ് മതി. എന്നെ കിട്ടിയോളോ? ഞാൻ പറയണൊന്ന് കേക്ക്. ഇങ്ങോട്ട് വന്നേ. മതി മതി. നിന്നോട് എനിക്ക് മക്കളെ ചേച്ചേ, അവൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ? കല്യാണി, ഞാൻ ഇവിടെ ഒളിച്ചിരിക്കാൻ പോവാ. മുത്തശ്ശിയോട് പറയല്ലേ? ശരി മോളെ കല്യാണി, അവൻ ഇവിടെ എങ്ങാനും വന്നോ? ഇവിടെ വന്നില്ലല്ലോ. വന്നില്ലെന്നോ? പിന്നെ അവൻ എങ്ങോട്ട് പോയി? എടാ, നീ എവിടെയാ ഉള്ളത്? എന്റെ ദൈവമേ. എന്താ പറ്റിയേ? എന്താ മോളെ, എന്തിനാ നീ കരഞ്ഞേ? ഒന്നുമില്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ പേരക്കുട്ടി എന്റെ സാരിയുടെ മറവിൽ ഇല്ല. നീ ഇവിടെ സാരിയുടെ ഇടയിൽ ഒളിച്ചിരിക്കായിരുന്നല്ലേ? ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? എന്റെ പൊന്നു മോള് പറഞ്ഞത് കൊണ്ട് ഞാൻ നിന്നെ കണ്ടുപിടിച്ചു. പ്രായമായി എന്നെ നീ വല്ലാതെ ഇട്ട് ഓടിച്ചില്ലേടാ. ആർക്കാടാ ഇവിടെ ധിക്കാരം? എടാ സത്യ, തുറക്ക്. ഇനി പുറത്തു വരാ. ഞാൻ വരില്ല. വന്നാ എന്നെ തല മൊട്ടയടിക്കില്ലേ? അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്ത് കഴിഞ്ഞെന്നോ? ആ കൊച്ചുകുട്ടിയുടെ തല മൊട്ടയടിച്ച് ഡ്രസ് ഇടിച്ച് കാണൂ അല്ലേ? എടി, ആ തലമുടി അങ്ങനെ കെട്ടാതെ ബോബ് കട്ട് ചെയ്തൂടെ? അത് നന്നായിരിക്കുമല്ലോ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പെൺപിള്ളേർക്ക് പിന്നിടുന്നതാ ഭംഗി. അതെ അതെ, ആ തലമുടി കണ്ടിട്ടല്ലേ ഞാൻ അതിൽ വീണു പോയത്. എല്ലാരും ഒന്ന് കണ്ണടച്ചേ. എല്ലാവരും കണ്ണ് മുറുക്കെ അടച്ചോണം കേട്ടോ. ഇപ്പോഴൊന്നും തുറക്കല്ലേ. കണ്ണാടിയാ മുത്തശ്ശി, കണ്ണാടി. മനസ്സിലായി മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. നീ ഇങ്ങനെ കണ്ണാടി കാണിച്ചോണ്ടിരുന്നോ? കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ചന്ദ്ര, ഞാനുണ്ട്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്ക്. ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ യോജിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ ബന്ധം വേർപെടുത്താൻ എളുപ്പമോ? സെക്ഷനൊക്കെ ഞാൻ ഏറ്റു. ഫീസ് നിങ്ങൾ ഏറ്റോ? എന്തിനാ ചേട്ടാ ഈ വിവാഹമോചന കേസൊക്കെ? അതങ്ങ് വിട്ടൂടെ? ബന്ധം വേർപെടുത്തുന്നതൊക്കെ പാവമല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കാം, അവന് ബുദ്ധി വരട്ടെ. അത് ശരി. ഞാൻ പിന്നെ എങ്ങനെ കാശുണ്ടാക്കുന്നേ? അങ്ങോട്ടല്ലേ, ഞാനും കോടതി മുമ്പിൽ ഇറങ്ങി പോകാൻ സമയമായി. അല്ലേ തന്നെ വണ്ടിയിൽ കാലൂത്താൻ സ്ഥലമില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒതുങ്ങി ഇരുന്നോളാം. പാവം കൊണ്ടുപോടാ. കണ്ടില്ലേ പിച്ചക്കാരെ പോലെ ചോദിക്കുന്നത്? എടാ ചന്ദ്ര, അവര് പോട്ടെ. കോടതിയിൽ എപ്പോ വേണമെങ്കിലും കേറി ചെന്നാ മതിയല്ല. വരട്ടെ അനിയത്തി. നിക്കേട്ടാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ. അതൊന്നും വേണ്ടെന്നേ. കാലത്തെ എന്റെ ഭാര്യ വിളമ്പി തന്നപ്പോ തന്നെ എന്റെ വയറ് നിറഞ്ഞുപോയി. ഉച്ചയ്ക്ക് വന്ന് കഴിച്ചോളാവേ. ഇന്നലെ ധോണി എന്നെ അടിച്ചെന്നറിയോ? അടിപൊളി 6 ആയിരുന്നു. ദേ ചിറ്റപ്പൻ. ആരാടാ നിന്റെ ചിറ്റപ്പൻ? അടിച്ചു പല്ലിയാൻ താഴെയിടും. വാടക കൊടുക്കാതെ പട്ടാണി കച്ചവടം നടത്തുന്നവന്മാരാ നീ. ഐ ആം സൂപ്പർ ഹീറോ. എന്താ കല്യാണ ചെറുക്കന്റെ സ്റ്റൈലാണല്ലോ? എന്താ ഇന്ന് കല്യാണമാണോ? അതല്ലടാ, ഞാൻ പെണ്ണ് കണ്ട ദിവസമാണിന്ന്. രണ്ടാമത്തെ ഭാര്യ എന്താ ഒളിച്ചോടി പോയോ? ദിവസം പറയുന്നോടാ. അത് പോട്ടെന്നേ, എങ്ങനെയാണ് ഇവർ രണ്ടും ഒളിച്ചോടിയത്? ഒന്നാമത്തേത്, ബസ് കയറാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോ ഒരുത്തം വന്ന് ബൈക്കെ കയറ്റിക്കൊണ്ട് അങ്ങ് പോയി. രണ്ടാമത്തേത്, ഏതോ ഒരുത്തൻ സൈക്കിളില് സുബ്രഹ്മണ്യപുരം പടത്തിൽ കൊണ്ടുപോകുന്ന പോലെ അങ്ങ് കൊണ്ടുപോയി. മൂന്നാമത്തെങ്കിലും കയ്യിലുണ്ടാവുമോ? അതുകൊണ്ട് തന്നെയാടാ ഒരുത്തരും കൊണ്ടുപോകാത്ത രീതിയിൽ ഫ്രഷ് ആയിട്ടൊന്ന് നോക്കാൻ ഇറങ്ങിയത്. ചേട്ടാ, തനിയെ പോയാല് അനാഥനാന്ന് കരുതില്ലേ? അതുകൊണ്ട് ഞാനും വരട്ടെ. അത് വേണ്ട. ആ പെണ്ണിന്റെ നോട്ടം ഈ ധീരന്റെ നെഞ്ചിൽ പതിയുന്നവടാ. നിന്നെ പോലുള്ള അഴകോടന്മാർക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാടാ ആൾക്ക് 30 രൂപ കൊടുത്ത് ഞാൻ യുവതികളെ ഏർപ്പാട് ചെയ്യുന്നത്. എങ്ങനെയുണ്ടാക്കിയ കേറ്. നിങ്ങളുടെയൊക്കെ സംസാരം നിർത്തി വേഗം റെഡിയാകേണ്ട പൊന്നെ. ചെറുക്കം വരാൻ സമയമായി. ചെറുക്കം വന്നല്ലോ. ചെറുക്കം നല്ല സ്റ്റൈലിലാണല്ലോ വരുന്നത്. വാ വാ.
എന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കല്യാണ ചെറുക്കനാന്ന് മനസ്സിലാക്കിയ ഒരേ ഒരാളെ കാണുന്നത്. എന്നാലേ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ആകെ കൺഫ്യൂഷൻ ആയി പോയേനെ. ഓ. അതിരിക്കട്ടെ, നിങ്ങൾ ഒരാളേ ഉള്ളോ? ആ മന്ത്രിയും തന്ത്രിയൊക്കെ വിളിച്ചായിരുന്നു, പക്ഷെ അവർക്ക് വരാൻ സമയമില്ല. ഓ, എന്തെങ്കിലും ആകട്ടെ, ആ കൈങ്ങത്താ. എന്തിനാ ഇത്? എന്തിനാന്നോ, നിങ്ങൾ രണ്ട് ഭാര്യമാര് ഒളിച്ചോടി പോയില്ലേ, അതിനാ. എന്നെ കുറിച്ചെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കല്ലേ? ആ കൈ ഇങ്ങോട്ട് നീട്ട്. എനിക്കെന്തിനാ? എന്തിനാന്നോ? നിങ്ങളുടെ 3 ഭാര്യമാരും വേലി ചാടി ഓടിപ്പോയില്ലേ? ആ, ഇരിക്കെ. ഇനി സമയം കളയണ്ട, കുട്ടിയെ വേഗം വിളിക്കേ, ഉടനെ തന്നെ അങ്ങ് മുറുക്കാം. ഞാനത് പറയാതിരിക്കായിരുന്നു. മോളെ, വാ മോളെ. പേടിക്കണ്ട, ഗാന്ധാരിയല്ലേ? ഈ കണ്ണു പോലെ തന്നെയാണോ മോടെ കണ്ണും? അയ്യോ, ഒരിക്കലും അങ്ങനെയല്ല. എന്റെ മോളുടെ കണ്ണേ മാൻമിഴി പോലെയാ. എന്തിനാ പിന്നെ കണ്ണ് കെട്ടിയിരിക്കുന്നത്? ഒരു പരിചയമില്ലാത്തവരുടെ കൂടെയല്ലേ എന്റെ 3 ഭാര്യമാര് ഓടിപ്പോയത്. എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ചെറുപ്പം മുതലേ കണ്ണുകെട്ടി വളർത്തിയത്. ആ, പിന്നെ പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. ആ മോളമ്മേ, മോളമ്മേ, നിന്റെ പേരെന്താ? കനകമംഗ ആദി സൂര്യ ശൈലജ ഗംഗകുമാരി. കനകമംഗ ആദി സൂര്യ ശൈലജ ഗംഗകുമാരി. ഇനി ഒരു പ്രാവശ്യം കൂടി. കനകമംഗ ആദി സൂര്യ ശൈലജ ഗംഗകുമാരി. മകള് മിടുക്കിയാണ്. നിങ്ങൾ നല്ല മിടുക്കനാ കേട്ടോ. കണ്ണ് കെട്ടിട്ട് എങ്ങനെ മിടുക്കനാന്ന് പറയുന്നേ? എന്റെ മനസ്സാ ഞാനീ പറയുന്നത്. പെണ്ണിന്റെ അച്ഛാ, ഇനി താമസിപ്പിക്കണ്ട, പെട്ടെന്ന് കല്യാണം കഴിച്ച് ഫസ്റ്റ് നൈറ്റ് ഫിനിഷ് ചെയ്യാം. നമ്മുടെ ആശാൻ മരിച്ചിട്ട് ഇവർക്കൊന്നൊരു പ്രശ്നമല്ലേടാ, അടിച്ചു പൊളിക്കടാ. ചേട്ടാ, വിമൻസ് കോളേജിൽ ഒന്ന് കൊണ്ടുവിടുവോ? ഇന്ന് ബന്ധല്ലേ, ഓട്ടം വരില്ല. എക്സാമിന് ടൈം ചേട്ടാ, പ്ലീസ്. പരീക്ഷയ്ക്ക് അടുത്ത വർഷം വേണമെങ്കിൽ എഴുതാൻ കൊച്ചേ. ജീവൻ പോയി കഴിഞ്ഞാൽ ആര് തിരിച്ചു തരും? അത് ഞാനെങ്ങും ഇല്ലേ. സർ, വണ്ടി നിർത്തൂ സർ, പ്ലീസ്. സർ, എന്തു പറ്റി? എനിക്ക് വിമൻസ് കോളേജിൽ പോണം, പരീക്ഷയാണ് സർ. ഞാൻ കാശ് തരാം, പ്ലീസ്. കാശല്ല പ്രശ്നം, ഇന്ന് ബന്ധാന്നറിയില്ലേ, പോകാൻ പറ്റില്ല. ഇന്ന് എന്റെ ഫൈനൽ എക്സാം ആണ് സർ. ഇത്ര നാളും കഷ്ടപ്പെട്ട് പഠിച്ചതെല്ലാം പാഴായി പോകും സർ. എന്നെ അവിടെ ഒന്ന് കൊണ്ടാക്കൂ സർ, പ്ലീസ് സർ. ശരി, കേറ്. താങ്ക് യു സർ.